നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ഹരി ഓം ഹരി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്ധനായി അവതരിച്ചിടിനാൻ അവനിൽ. ജടയും വൽക്കലവും ധരിച്ച സന്യാസിയായി ഉടജാം കിണേ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ട് തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ട് തിരുനേരം ഇരുന്നിടുക തപോനിധേ. ഭർത്താവുമരും ഇപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും. ശുത്രുഡാദിയും തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുക്തലാപങ്ങൾ കേട്ട് സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനെ കമനീയാങ്കി നീയാരമലെ ചൊല്ലിയിടു നിൻ കവിതാവാരെന്നതും നിഷ്ഠുരജാതികളാം രാക്ഷസാരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീ മണിതാനെ വാഴുന്നതെന്താ? ഒരായുധവാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നോട് പരമാർത്ഥം പറയുന്നുണ്ട് താനും. മേദിനി സുതയത് കേട്ടൊരു ചെയ്തിയിടിനാൾ. മേദിനിപതി വരനാം അയോധ്യാധിപതി വാട്ടമില്ലാത്ത ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുത വീര്യൻ തന്നെ ധർമ്മപത്നി ജനകാത്മജനാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതരാജ്ഞയെ തപസ്സനായി വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 ആണ്ട് കഴിവോളവും വേണം താനും അതിന് പാർത്തിയിടുന്നു. സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലതും പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലെ പങ്കജവിലോചനെ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനേനാം രാക്ഷസരാജാവു ഞാൻ. ത്രൈലോക്യത്തിങ്കിൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ. നിൻമൂലമതിന് നീ പോരേണം മായാസാകം. ലങ്കയാം രാജ്യം വാനൂർ നാട്ടിലും മനോഹരം. കിങ്കരനായ തവലോക സുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാലെന്ത് ഫലം? താപം ഉൾക്കൊണ്ട് കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരീ മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതിത്തോടും ഭാവവൈവർണ്യം പൂണ്ട് ജാനകി ചൊന്നാൾ മന്ദം. കേവലം എടുത്തത് മരണം നിനക്കിപ്പോൾ നീ ചൊല്ലുന്ന ശ്രീരാമദേവൻ തന്നാൽ. സോദരനോടും കൂടി വേഗത്തിൽ വരുമ്പോൾ മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന്? കഷ്ടമായുള്ള വാക്ക് ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്ന് നീ ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇത് നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ട് രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ട് മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ. മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ
അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവ പത്നിയെയും തേരതിലെടുത്തു വെച്ച് ആകാശമാകെ ശീഘ്രം പോയത് ദശാസ്യനും. ഹാഹാരാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ ഹാഹാമൽ പ്രാണേശ്വര പാഹിമാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ട് പക്ഷീന്ദ്രനും സത്വരം ഉത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമി തൻ പത്നിയെയും കട്ടുകൊണ്ട് എവിടേക്ക് പോകുന്നു മൂഢാത്മാവെ? അധ്വരത്തിങ്കിൽ ചെന്ന് ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്നത് പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും കൃത്രരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രുത്രരാജനെ പോലെ ബദ്ധവൈരത്തോട് അതിക്രുദ്ധനായി അഗ്രേ ചെന്ന് യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനിലക്ഷുബ്ധമായി ചമയുന്നിത് അദ്രികളിളകുന്നു വിദ്രുതമത് നേരം. കാൽനഖങ്ങളെ കൊണ്ട് ചാപങ്ങൾ പൊടിപെടുത്താനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ട് തീഷ്ണതുണ്ടാഗ്രം കൊണ്ട് തേർത്തളം തകർത്തത് കാൽക്ഷണം കൊണ്ട് കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റ് രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയതെന്ന് ആർത്തി പൂണ്ടിരുന്നൊരു ധാത്രിചാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു നിൻ ചന്ദ്രഹാസം ഇളക്കി ലഘുതരം. പക്ഷിനായകരുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയും കൊണ്ട് അക്ഷതചിത്തത്തോടും ദക്ഷിണ ദിക്ക് നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്ന് നാടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനില്ലുറ്റവരായിട്ടെന്നോർത്ത് ഇറ്റേറ്റു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകി ദേവിതാനും ഭർത്താവ് തന്നെ കണ്ട് വൃത്താന്തം അറിഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായികെന്ന് പൃഥ്വിപുത്രിയും വരം പത്രിരാജന് നൽകി പൃഥ്വി മണ്ഡലമകന്നാശു മേൽപോട്ടു പോയാൾ. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്ത് ഭർത്താവേ നാഥ? രക്ഷോനായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടാരുമില്ല എനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവര ദയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ. ഭൂമി ദേവിയുമെന്നെ വെടിഞ്ഞാളിതു കാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ. കൗണപാധിമനെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്ന് പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസ മഹാസത്വവാരിക്കേ നാഥ. ഇത്തരം വിലപിക്കും നേരത്ത് ശീഘ്രം രാമഭദ്രൻ ഇങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരം ചിത്തവേഗേന നടത്തി നേടിനാനത് നേരം. പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയം അഴിച്ച് തന്നുത്തരീയാർത്ഥഖണ്ഡം കൊണ്ട് ബന്ധിച്ച് രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്നകതാരിൽ സ്മൃത്വ കീഴ്പോട്ട് നിക്ഷേപിച്ചത് സീതാദേവി മത്തനം നക്തഞ്ചരൻ അറിഞ്ഞില്ലതും അപ്പോൾ. അബ്ധിയുമുത്തീരിതൻ പത്തനം ഗത്വാദൂർണം
ശുദ്ധാന്തമധ്യേ മഹാശോകാനനദേശേ ശുദ്ധഭൂതരേ മഹാശിംസപാതരുമൂലേ ഹൃദ്യമാരായ നിജരക്ഷോ നാരികളെയും നിത്യവും പാലിച്ചു കൊള്ളുന്നുറപ്പിച്ച് തൻ്റെ വസ്ത്യമുൾപ്പുക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകി ദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചിടിനാൾ. അതുകാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി ഭക്തവും കുമ്പിട്ട് സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാന നിഷ്ഠയ ബഹുയാമി ജലകുലനാരികളുടെ മധ്യേ നീഹാര ശീതാതപാതപീഡയും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ട് മായാ സങ്കടം മനുഷ്യ ജന്മത്തിങ്കെല്ലാർക്കില്ലാത്തൂ. സീതാന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമേതു കൊന്നു. വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി ആഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാട് നടന്നോരനന്തരം ബാലകൻ വരവീഷദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നത് കണ്ട് രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണൻ ഇത് മറിഞ്ഞില്ലല്ലോ, പരമാർത്ഥം ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോ നായകൻ കൊണ്ടുപോയതുമായ സീതാലക്ഷ്മി ദേവിയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു? അഗ്നിമണ്ഡലത്തിങ്കിൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണന് അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളു ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാച്ചു പോയി ചെല്ലാമല്ലോ. രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടി രാവണൻ തന്നെ കൊന്ന അഗ്നിമണ്ഡലെ വാഴി സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്ക് വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോട് രാജ്യത്തെ വഴി പോലെ രക്ഷിച്ച് കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്വം പ്രാർത്ഥിക്കുന്നിമിത്തമാർക്കും ശക്തിയെങ്കിൽ ഞാൻ മർത്തിനായി പിറന്നതും മായാമാനുഷനാകും. എന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചൊല്ലും ഭക്തപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വചിച്ച് ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്ന് അകതാരിൽ നിർണയിച്ചവർജനോട് അരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ? എന്തിനു വെടിഞ്ഞ് നീ രാക്ഷസരവളെയും കൊണ്ടുപോകുകയോ കൊന്നു ഭക്ഷിച്ചു കളയുകയോ? കണ്ടകജാതികൾക്കൊന്നരുതാത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതോ വിവശനായി. ഗദ്ഗദാക്ഷരം ഉര ചെയ്തത് ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ഹാഹാ രാക്ഷസനെ നിഗ്രഹിച്ചിടും ഇപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ട് മുക്തകാത്രിയും തവനാഥമെന്നുറക്കിയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ട് വിലപിച്ചു. സത്വരം ചെന്ന് രക്ഷിക്കുന്നോട് അരുൾ ചെയ്തു. ഇത്തരം നാദമോ പ്രാതാവുണ്ടായി വരാചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതം ഇത് നൂനം കൽക്ഷണം പൊറുക്കെന്ന് ഞാൻ പലവരു ചൊന്നേൻ എന്നത് കേട്ട് ദേവിനെ മുര ചെയ്താൻ എന്നോട് പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്ന് ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ചു.
ദേവകളെ പ്രാർത്ഥിച്ച് രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിട കൊണ്ടേൻ. എങ്കിലും പിഴച്ചത് പോന്നത് സൗമിത്രേ, നീ ശങ്കയുണ്ടായിടാമോ? ദുർവചനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്ക് സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്ന് നീ അറിയുന്നതില്ലേ? രാക്ഷസാമ്പരിശകൾ കൊണ്ടുപോയി കളയുകയോ ഭക്ഷിച്ചു കളയുകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ ചിന്തിച്ചുള്ള ചാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാൻ ആകുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ടത്രയും വിലപിച്ചാൻ. നിഷ്കളൻ ആത്മാരാമൻ നിർഗുണൻ ആത്മാനന്ദൻ. ഹാഹാ വല്ലഭേ സീതേ, ഹാഹാ മൈഥിലീനാഥേ, ഹാഹാ ജാനകി ദേവി, ഹാഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മൽഞ്ഞിരിക്കയോ തന്നെ നീ വിളിച്ചു വന്നീടുമടിയാതെ. ഇത്തരം പറയുകയും കാനനം തോറും നടന്നത്തൽ കൊണ്ട് അന്വേഷിച്ചും കാണാൻ വിവശനായി വനദേവതമാരേ നിങ്ങളുമുണ്ടോ കണ്ടു? വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു? യുദ്ധമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ട് സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവം സർവകാരണനേകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂടാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്ക് സുഖദുഃഖ ഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായകയാൽ. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലം അടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നത് എത്രയും അടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രയോട് അരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണിടൂ കുമാരാ. നീ തന്നുവെങ്കിൽ തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവളോട് പോർ ചെയ്തിടിനാൻ. അന്നേരം വഴി തേർക്കോപ്പിത കിടക്കുന്നുവെന്ന് വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായ ഒരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തിനായൊരു യാതുതാനൻ കിടക്കുന്നത് എത്ര നീ കണ്ടില്ലയോ. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശും തന്നിടുന്നത് കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വധ്യനല്ലഹം തവ ഭക്തനായ ഒരു ദാസൻ മിത്രം എത്രയും തവതാതിന് വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോ ഒരു പക്ഷിയാൻ ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശെ പോകുന്നേരം അറിഞ്ഞ് ഞാൻ പെട്ടെന്ന് ചെന്ന് തടുത്ത് അവനെ യുദ്ധം ചെയ്ത് മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞ് മതിയായികന്ന് ഇന്ദിരാദേവിയോട് പരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കണമെനിക്ക് എന്നെ കൃപാനിധേ. തൃക്കണ്ണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം. ഇത്തേരം ജടായുധൻ വാക്കുകൾ കേട്ട് നാഥൻ ചിത്തകാരണ്യം മൂടി ചെന്നടുത്തിരുന്നു. തൃക്കൈകൾ കൊണ്ട് തലോടിയിടിനാൻ അവനുടൽ ദുഃഖാശ്രുപ്ലുത നയനത്തോടും രാമചന്ദ്രൻ.
ചൊല്ലു ചൊല്ല ഹോമം വല്ലഭ വൃത്താന്തം നീയെല്ലാം എന്നത് കേട്ട് ചൊല്ലിനാൻ ജടായുവും. രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശ കൊണ്ടുപോയാനെന്ന് അറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി. മരണപീഡയാലേ നല്ലത് വരുവാതിനായി അനുഗ്രഹിക്കണം. നീന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നത് പൗൽ കൃപാ പാത്രമാകിയാലഹം പുണ്യപുരുഷ പുരുഷോത്തമ ദയാനിധേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാമായ മനുഷ്യരൂപി സന്തതം അന്തർഭാഗെ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളം അഭിരാമം അന്ത്യകാലത്തിങ്കൽ ഈ വണ്ണം കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായ ഞാനെന്ന് നൂനം ബന്ധുഭാവേനദാസനാകിയോരടിയനെ ബന്ധുകൾ സുമസമതൃക്കരുതലം തന്നാൽ ബന്ധുവത്സലാമന്തം തൊട്ടരുളയണമെന്നാൽ നിന്ദുമലരടിയോട് ചേർന്നീടാമല്ലോ. ഇന്ദിരാപതിയത് കേട്ടും തലോടിനാൻ മന്ദമന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ തേച്ചു ജടായും മന്നിടം തന്നിൽ വീണ നേരത്ത് രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്ത വാത്സല്യവരവശാൽ അർണോജ നേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്സംഗം ഉത്തമാംഗത്തെ എടുത്ത് ഉത്സുംഗസീംനി ചേർത്തിട്ട് ഉത്തരകാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടുവന്ന് നല്ലൊരു ചിത തീർത്ത് കൂട്ടണം അഗ്നി സംസ്കാരത്തിന് വൈകിടാതെ. ലക്ഷ്മണൻ അത് കേട്ട് ചിതയും തീർത്തിയിടിനാൻ. തൽക്ഷണം കുളിച്ച് സംസ്കാരവും ചെയ്തു. പിന്നെ സ്നാനവും കഴിച്ചു ക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസകണ്ഠം പുല്ലിന്മേൽ വെച്ച് ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി. പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ച് സൂചിച്ചാലും പക്ഷീന്ദ്രൻ അതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്ന സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ പാശ്രം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശംഖാരികതാപത്മാമകുട പീതാംബരാദ്യങ്കിത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടും ഉയരെ കൂപ്പിത്തൊഴുത് ഉന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. അഗണ്യഗുണമാദ്യം അവ്യയം അപ്രമേയം അഖില ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. മഹിതകടാക്ഷ വിക്ഷേപിതാമരശുചം രഹിതാവധി സുഖം ഇന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം. ഭുവനകമനീയരൂപമീഡിതം ശാതരവിഭാസുരം അഭീഷ്ടപ്രദം ശരണദം സുരപാദപമൂലരചിത നിലയനം സുരസഞ്ജയസേവ്യം പ്രണതോസ്മ്യഹം രാമം. ഭവകാനന ദേവദഹന നാമധേയം ഭവപങ്കജ ഭവമുഖ ദൈവതം ദേവം ധനുജപതി കോടി സഹസ്ര വിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം. ഭവപാവനാഹരം ഭഗവൽ സ്വരൂപിണം ഭവഭീ വിരഹിതം മുനിസേവിതം പരം
പവസാഗരതരണം ഹ്രിപോതകം നിത്യം പവനാശായ നിശം പ്രണനോസ്മ്യഹം രാമം പവനാശായ നിശം പ്രണതോസ്മ്യഹം രാമം. ഗിരിശഗിരിസുധാഹൃദയാംബുജാവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയധനുജേന്ദ്രസേവിതപാദം സുരപമണിനിഭം പ്രണതോസ്മ്യഹം രാമം പരതാരാർത്ഥപരിവർജിതം മനീഷിണാം പരപൂരുഷ ഗുണഭീതി സന്തുഷ്ടാത്മനാം പരലോകൈകഹിത നിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം. സ്മിതസുന്ദര വികസിത വക്ത്രാംഭോരുഹം സ്മൃതി ഗോചരമസിതാംബുധകളേബരം സിതപങ്കജ ചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം. ജലപാത്രൗഖസ്ഥിത രവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനം അദ്വയം അവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം. വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജനസ്തുതം അവ്യക്തമജം ക്ഷിതിജാ മനോഹരം പ്രണതോസ്മ്യഹം രാമം. മന്മഥ ശതകോടി സുന്ദരകളേപരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മ കർമാധാരമപ്യനാധാരം നിർമ്മമമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. ഈ സ്തുതി കേട്ട് രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോട് അരുളി ചെയ്ത് മധുരമായി അസ്തു തേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോവരം. ഈ സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ട ഒരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമജഗദ്ഗുരുവേ നമഃ. ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം ഹരി. നാരായണ 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 നാരായണ. ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം.